നമസ്കാരം, ഞാൻ രാധാകൃഷ്ണൻ. 38 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല. പ്രധാന വാർത്തകൾ. ചിക്കൻ ഗുനിയെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ നിന്നും 3 അംഗ വിദഗ്ധ സംഘം ഇന്നലെ കേരളത്തിലെത്തി. 3ന്റെയും ശവസംസ്കാരം നാളെ ഡൽഹിയിലെ വീട്ടുവളപ്പിൽ നടക്കും. കേരളത്തിൽ പ്ലാസ്റ്റിക് നിരോധിച്ചു. ഇതിനെ തുടർന്ന് കേരളത്തിലെ ആശുപത്രികളിൽ പ്ലാസ്റ്റിക് സർജറി നിർത്തലാക്കി. മാതാപിതാക്കളെ തലക്കടിച്ചു കൊന്ന യുവാവിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കി. മാതാപിതാക്കളില്ലാത്ത പ്രതി അനാഥനെന്ന് കണ്ടാണ് കോടതി ശിക്ഷയിൽ ഇളവ് വരുത്തിയത്. പബ്ലിക് പ്രോസിക്യൂട്ടർ ആർ സുകുമാരൻ നായരുടെ വാദം ഇന്ന് വൈദ്യരെ കാണിക്കും. ഇനി സ്പോർട്സ് വാർത്തകൾ. ബോക്സിംഗിൽ ചൈനയ്ക്ക് സ്വർണവും അമേരിക്കയ്ക്ക് വെള്ളിയും ഇന്ത്യയ്ക്ക് സൂപ്പർ ഇടിയും കിട്ടി. അമ്പെയ്ത്ത് മത്സരത്തിൽ കേരളത്തിന് സ്വർണം നഷ്ടപ്പെട്ടു. റഫറിക്ക് കണ്ണു. ഒളിമ്പിക്സിൽ ഓട്ട മത്സരത്തിൽ കേരളത്തിൽ നിന്നുള്ള ശശിക്ക് സ്വർണം ലഭിച്ചു. ട്രാക്കിൽ കിടന്നു കിട്ടിയ സ്വർണം സംഘാടകരെ ഏൽപ്പിച്ച് ശശി സത്യസന്ധതയ്ക്ക് ഒരിക്കൽ കൂടി മാതൃകയായി. ഇപ്പോൾ കിട്ടിയ വാർത്ത, രമണന്റെ ആത്മഹത്യ കൊലപാതകമെന്ന് രമണന്റെ ബന്ധുക്കൾ. എന്തു ചെയ്തും ചന്ദ്രികയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് മഹിളാ സംഘടനകളും രംഗത്തെത്തി. രമണന്റെ മരണത്തെ തുടർന്ന് മദനന്റെ തിരോധാനവും കേസിൽ ദുരൂഹത പടർത്തുന്നു. രമണൻ ചന്ദ്രിക കേസ് പുതിയ വഴിത്തിരിവുകളിലേക്ക്. വാർത്തകൾ അവസാനിക്കുന്നു. വീണ്ടും നമസ്കാരം, കല്യാണം കഴിച്ചിട്ടില്ല രാധാകൃഷ്ണൻ.